ഞാൻ പലപ്പോഴും പെർഫ്യൂം റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ചൂസ് ചെയ്യാറുള്ളത് നമ്മളെ വീഡിയോന്റെ താഴെ വരുന്ന കമന്റുകളിൽ നിന്നാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാത്തൊരു ആംഗിളിലൂടെയുള്ള ക്വസ്റ്റ്യൻസ് ആരെങ്കിലുമൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ ആ ടോപ്പിക്കിലെ ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളത്. അങ്ങനെ ഞാൻ കുറച്ച് നാളായിട്ട് ശ്രദ്ധിച്ചൊരു സംഭവമാണ്. പലരും ചോദിക്കുന്നതാണ് നല്ല ഇമ്പോസിങ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ്. അതായത് നമ്മളൊരു സ്ഥലത്തേക്ക് കയറി ചെന്നാൽ ഒരു 4 ആൾ നമ്മളെ നോക്കണം. അങ്ങനത്തെ ഫ്രാഗ്രൻസുകൾ നിങ്ങളെ പ്രോഡക്ട്സിൽ ഏതാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ അതൊരു വീഡിയോ ആക്കി ചെയ്താൽ കുറച്ചും കൂടി ഈസിയർ ആണല്ലോ. അതായത് ഒരു ഹെഡ് ടേണർ ഫ്രാഗ്രൻസസ്. സോ അങ്ങനെ നമ്മുടെ പെർഫ്യൂംസിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ഫ്രാഗ്രൻസുകൾ ഞാൻ പറയാം. സോ ഫസ്റ്റ് എനിക്കങ്ങനെ തോന്നിയ ഒരു ഫ്രാഗ്രൻസ് ഒന്ന് നമ്മുടെ ലേറ്റർസോർ ക്ലൗഡ് 9 ആണ്. ക്ലൗഡ് 9 എന്ന് പറഞ്ഞാൽ കില്ലിങ് മീ സ്ലോലി ആയിട്ട് ഒരു സിമിലർ ആയിട്ട് നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസ് ആണ്. അതിലൊരു സ്വീറ്റ്നെസ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ചൊരു എന്താ പറയുക ഒരു വയലറ്റ് കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. ഒരു മസ്കി നോട്ട്സും വരുന്നുണ്ട്. പിന്നെ കുറച്ചൊരു വൈറ്റ് ഫ്ലോറൽ ഫ്രാഗ്രൻസുകളൊക്കെ വരുന്ന നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഓൾ ഒക്കേഷൻസ് ഫ്രാഗ്രൻസ് ആണ്. ക്ലൗഡ് 9 ആണ് എനിക്ക് ഫസ്റ്റ് പറയാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ്. കാരണം ക്ലൗഡ് 9 യൂസ് ചെയ്ത് ഒരുപാട് പേര് ഈ ഒരു സെയിം ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നത് നമ്മൾ ഒരാൾ പാസ് ചെയ്താൽ അതിൻ്റെ ബാക്കിലടക്കം ഈ ഒരു ഫ്രാഗ്രൻസ് വരും എന്നുള്ളത്. സോ അത് ഞാൻ പലപ്പോഴും നമ്മളെ പെർഫ്യൂമിനെ അപ്ലൈ ചെയ്ത് പോയ പലരോടും ഞാനത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇതല്ലേ യൂസ് ചെയ്തിട്ടുള്ളതെന്ന്. കാരണം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഈ സാധനം സ്നിഫ് ചെയ്യും. അപ്പോൾ ചോദിക്കും ഇത് നിങ്ങൾ ക്ലൗഡ് 9 ആണോ എന്ന് ചോദിക്കുമ്പോൾ യെസ് പറഞ്ഞ പലരും ഉണ്ട്. അതാണ് ഫസ്റ്റ് പെർഫ്യൂം എനിക്ക് അങ്ങനെ പറയാൻ പറ്റിയത്. പിന്നെ ഒരെണ്ണം ഞാൻ പേഴ്സണലി ഒരുപാട് തവണ എക്സ്പീരിയൻസ് ചെയ്ത ഒരു പെർഫ്യൂം നമ്മുടെ എക്സ്ക്യൂസിറ്റ് ആണ്, അഥവാ എർബാപുര പെർഫ്യൂമിൻ്റെ ഇൻസ്പയർഡ്. അത് ഞാൻ ഏറ്റവും അധികം ശ്രദ്ധിച്ചിട്ടുള്ളത് ഒന്ന് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്. എൻ്റെ വീട്ടിൽ ഞാൻ അതിൻ്റെ ഒരു ഫുൾ ബോട്ടിൽ ഐ തിങ്ക് അന്ന് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബോട്ടിലുകൾ അത് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. 75 or 80 ml ഒരു ബോട്ടിൽ, വേറൊരു ടൈപ്പ് ഓഫ് ബോട്ടിൽസിൽ. അപ്പോൾ അതിൽ ഈ എക്സ്ക്യൂസിറ്റ് പെർഫ്യൂമിൻ്റെ സെയിം സാധനം പിന്നെ ഒരെണ്ണം ഞാൻ വീട്ടിൽ എൻ്റെ ഉമ്മാക്കും കൊടുത്തു, പിന്നെ ഒരെണ്ണം എൻ്റെ കസിന് വെഡിങ്ങിനും കൊടുത്തു, പിന്നെ 1-2 ആൾക്കാർക്ക് വേറെ ഗിഫ്റ്റായിട്ട് കൊടുത്തിരുന്നു. ഇതിൽ ഇവരെന്നല്ല, ആ പെർഫ്യൂം ഇവരെ കയ്യിൽ നിന്ന് വേറെ ആരെങ്കിലും അപ്ലൈ ചെയ്ത് യൂസ് ചെയ്ത് പോയാലും, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോയാലും ഇത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ഒരു സാധനം എത്ര ഡിസ്റ്റൻസിലേക്ക് ഇതിൻ്റെ ഫ്രാഗ്രൻസ് എത്തുന്ന പറയും. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്ന റൂം എന്ന് പറഞ്ഞാൽ എയർ ഹോൾസ് ഒന്നും ഇല്ലാത്തൊരു റൂമാണ്. ഞാൻ ഡോറൊക്കെ അടച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്, പുറത്തുനിന്ന് സൗണ്ടൊന്നും കേൾക്കരുത് കരുതി. എൻ്റെ ഉമ്മ അവിടെ താഴെ റൂമിൽ ഒരു സ്പ്രേ അടിച്ചാൽ അതിൻ്റെ ഫ്രാഗ്രൻസ് ഇങ്ങോട്ടെത്തും മേലോട്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് ഈ എർബാപുരൻ്റെ ഇൻസ്പയർഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ആ ഒരു ഫ്രാഗ്രൻസിൻ്റെ പ്രത്യേകതയാണത്. എർബാപുരൻ്റെ ഫ്രാഗ്രൻസ് നമുക്ക് ആ ഒരു എന്താ പറയുക ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയ ഒരു കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസ് ആണ്. അതും എനിക്ക് അങ്ങനെ പറയാൻ പറ്റിയ നല്ലൊരു ഇമ്പോസിങ് ആയിട്ടുള്ള ഒരു വൈബ് തരുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. സോ അതിൻ്റെ നോട്ട്സ് പറയുകയാണെങ്കിൽ അതിൽ സ്വീറ്റ് നോട്ട്സ്, കുറച്ചൊരു ഫ്രൂട്ടി നോട്ട്സ്, അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു വൈബാണ്. കുറച്ചൊരു ചിലർ പറയും ബബിൾ ഗമ്മി വൈബ് എന്നൊക്കെ, എവിടേക്കോ ചെറുതായിട്ടൊരു ലാവൻഡർ ടച്ച്, ഇങ്ങനെയൊക്കെയാണ് അത് വരുന്നത്. അതും യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ ഒരെണ്ണം എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്കതല്ല, അത് വാങ്ങിയ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചെൽസീൻ്റെ ഒക്കെ ഫ്രാഗ്രൻസ് വരുന്ന പോളോ ബ്ലൂ. അതും ആ ഒരു ഫ്രാഗ്രൻസിൻ്റെ നാച്ചർ കൊണ്ടാണ് അത് സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് കുറച്ച് കോൺസെൻട്രേഷൻ ഉള്ള സാധനങ്ങളാകുമ്പോൾ ഡെഫിനറ്റ്ലി അത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ലേറ്റർസോർ അറ്റ്ലാന്റിക് അഥവാ പോളോ ബ്ലൂവിൻ്റെ ഇൻസ്പയർഡ്, അതും ഞാൻ പലരും അപ്ലൈ ചെയ്തതിലും പിന്നെ ആളുകൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട് ഈ സാധനം അപ്ലൈ ചെയ്താൽ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. അത് ഈവൻ നമ്മൾ ആ പെർഫ്യൂം മാത്രമല്ല, നിങ്ങൾ അൽറിഹാബ് ചെൽസി യൂസ് ചെയ്താലും ആ ഒരു വൈബ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ഫ്രാഗ്രൻസ് പറഞ്ഞാൽ ഫ്രഷ് ആണ്, അരോമാറ്റിക് നോട്ട്സ് ആണ്, കുറച്ചൊരു എക്കോട്ടിക് വൈബ്, ഇങ്ങനെ എല്ലാം കൂടി തന്നിട്ടുള്ളതാണ്. സോ അതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ സ്പ്രെഡ് ആവുന്നത്. പിന്നെ ഞാൻ അങ്ങനെ നമ്മളെ പ്രൊഡക്ട്സിൽ ഫ്രഷ് പെർഫ്യൂംസിൽ കണ്ടിട്ടുള്ളത് ലേറ്റർസോറിൻ്റെ തന്നെ ബ്ലാക്ക് സ്റ്റാലിയൻ ആണ്. അത് യൂസ് ചെയ്ത് ആരും തന്നെ അതിനൊരു നെഗറ്റീവ് പറയാത്തൊരു പ്രൊഡക്റ്റാണ്. അത് ഗുച്ചി ഗിൽറ്റി ബ്ലാക്കിൻ്റെ ഒരു വൈബ്, അതിൽ നല്ലൊരു ഫ്രഷ്നെസ്, നല്ലൊരു സിട്രസി ഫ്രഷ്നെസ്, കുറച്ചൊരു ക്വാളിറ്റി ഉള്ള ഒരു സിട്രസിൻ്റെ
ഒരു ഫ്രാഗ്രൻസ്, അതാണ് അതിൽ നിന്ന് കിട്ടുന്നത്. അതും നല്ലൊരു വൈബായിട്ട് എനിക്ക് തോന്നിയതാണ്. പിന്നെ ഒരെണ്ണം ലേറ്റർ സോറിൻ്റെ വോഗ്. ആ വോഗ് പെർഫ്യൂം നമ്മളെ സ്റ്റാഫ് ഇപ്പോൾ അവിടെ നമ്മുടെ പാക്കിങ്ങിൻ്റെ ചെയ്യുന്ന ഒരു ഷോപ്പുണ്ട്, നമ്മൾ പ്രൊഡക്ട്സ് പാക്ക് ചെയ്ത് വിടുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഈ സാധനം ജസ്റ്റ് എന്തെങ്കിലും അവന് ഇത് ഈ ആറ്റമൈസർ ചെക്ക് ചെയ്യും സാധനം പാക്ക് ചെയ്ത് വിടുന്നവനെ. അങ്ങനെ ഒരു 1-2 അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സാധനം പുറത്തൊക്കെ ഫ്രാഗ്രൻസ് ഉണ്ടാവും. അത് നല്ല സ്ട്രെങ്ത്താണ് വോഗിൻ്റെ ഫ്രാഗ്രൻസ്, നല്ല രീതിയിൽ സ്പ്രെഡ് ആകുന്ന ഒരു കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ അത് YSLൻ്റെ ഏതായിരുന്നു ഇൻ ലവ് അഗെയിൻ എന്ന പെർഫ്യൂമിൻ്റെ ഒരു ഇൻസ്പയർഡ് ആണ്. യൂണിസെക്സ് ആണ്. പിന്നെ അതിലൊരു സ്വീറ്റ്നെസ് ഉണ്ട്, പിന്നെ കുറച്ചൊരു ഫ്രൂട്ടി കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസും അരോമാറ്റിക് നോട്ട്സ് എല്ലാം കൂടി വന്നിട്ടുള്ളത്. അത് ഭയങ്കര പ്ലീസിങ് ആണ്. അതും അതേപോലെ നല്ല ലൗഡറായിട്ട് ഒരു സിയാജ് തരുന്ന ഒരു കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസ് ആണത്. സോ ഇത്രയും ഫ്രാഗ്രൻസുകളാണ് ഞാൻ നല്ലോണം നോട്ടീസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ നമ്മുടെ വൈബ്രന്റ് നൈറ്റ് അഥവാ ടോം ഫോർഡിൻ്റെ അറേബ്യൻ വുഡ് പെർഫ്യൂമുണ്ട്. അതും യൂണിസെക്സ് ആണ്, സ്വീറ്റ്നെസ് ഉള്ളതാണ്. പിന്നെ ഒരു ബെറി നോട്ട്സും കുറച്ചൊരു വുഡി പച്ചോളി ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ്. അതേപോലെ എസ്റ്റോണിഷ് അഥവാ മൊണ്ടാൽ ഊദുമേസിങ്ങിൻ്റെ ഇൻസ്പയർഡ്, അതിൽ ഒരു വെനില കുറച്ചൊരു വുഡി നോട്ട്സ് വരുന്നത്, അതിൻ്റെ തന്നെ സെയിം വൈബാണ്. പിന്നെ ലവിയബെല്ലിൻ്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ബെല്ലേസ, പക്ഷെ അതിനേക്കാളും സ്ട്രെങ്ത് കൂടുതൽ ഈ സാധനത്തിനാണ്. ഇങ്ങനെയുള്ള പെർഫ്യൂംസൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളതാണ്. നല്ല രീതിയിൽ ഒരാൾ പാസ് ചെയ്താൽ പോലും നല്ല ലൗഡറായിട്ട് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ചോദിച്ചാൽ അത് ചില ഫ്രാഗ്രൻസുകളുടെ പ്രത്യേകതയാണ്. പിന്നെ ആ ഫ്രാഗ്രൻസുകൾ നമ്മളെ കയ്യിലുള്ളത് അത്യാവശ്യം കോൺസെൻട്രേഷൻ ഉള്ള പ്രൊഡക്റ്റുകളായതുകൊണ്ടാണ്. സോ ഈ 2 കാരണത്താലാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഇങ്ങനെ ഒരുപാട് പെർഫ്യൂംസ് ഉണ്ട്, പല ബ്രാൻഡുകളിലുണ്ടാവും. ഇപ്പം എൻ്റെ അടുത്ത് പലരും നിങ്ങളെ ബ്രാൻഡിലുള്ളത് പരിചയപ്പെടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ഇനി ഇതേ സാധനങ്ങൾ നിങ്ങൾക്ക് വേറെ ബ്രാൻഡുകളിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എടുത്തോളൂ, അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. ഞാനൊരിക്കലും ഒരു പ്രൊമോഷനായിട്ടും മറ്റുള്ളതായിട്ടൊന്നും എവിടെയും പറയാറില്ല. താല്പര്യമുള്ളവർ വാങ്ങിക്കുക. നമ്മളൊരു എക്സ്പീരിയൻസ് യൂസ് ചെയ്ത ആൾക്കാരുടെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം.